നമസ്കാരം. ഈ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കമ്പൈൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷൻ എന്നുള്ളതാണത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിലുള്ള കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR നിലവിലുള്ള അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അതുപോലെ സെക്ഷൻ ഓഫീസർ എന്നിവരെ സെലക്ഷന് വേണ്ടിയുള്ള കമ്പൈൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷൻ 2023 അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. 444 വേക്കൻസികളാണ് ആകെ ഉള്ളത് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് 2023 ഡിസംബർ 8 മുതൽ തന്നെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജനുവരി 12 ഫ്രൈഡേ ആണ്. 2 ദിവസം കൂടിയുണ്ട് ഫീസ് അടയ്ക്കാനായിട്ട്. ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാൻ ജനുവരി 14 വരെ സമയമുണ്ട്. അത് കഴിഞ്ഞ് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഇപ്പം എക്സാമിനേഷൻ ഒന്നാമത്തെ സ്റ്റേജ് എക്സാമിനേഷൻ ഫെബ്രുവരി 2024 ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 2 സ്റ്റേജ് എക്സാമിനേഷൻ വഴിയാണ് സെലക്ഷൻ. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. CSIR എന്ന് പറഞ്ഞാൽ 1942 സ്ഥാപിച്ച ഒരു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. അവരുടെ വെബ്സൈറ്റ് http://www.csir.res.in എന്നുള്ളതാണ്. ഇവിടെ നിലവിലുള്ള സെക്ഷൻ ഓഫീസർ അതേപോലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വേക്കൻസികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. സെക്ഷൻ ഓഫീസർ അതിലെ ഗ്രൂപ്പ് ബി 76 പോസ്റ്റുകളാണ് ഉള്ളത്. അത് ഗ്രൂപ്പ് ബി ശമ്പള സ്കെയില് 47,600 മുതൽ 1,51,100 എന്ന സ്കെയിലാണ്. ഇതിനുള്ള അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഉയർന്ന പ്രായപരിധി 33 വയസ്സാണ് സെക്ഷൻ ഓഫീസർക്കുള്ളത്. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർക്ക് വേണ്ടത് അതിന്റെ ശമ്പള സ്കെയിലും 44,900 മുതൽ 1,42,400 എന്ന സ്കെയിലാണ്. 368 വേക്കൻസികളാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർക്കുള്ളത്. ഇതിന്റെയും അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാല നിന്നുള്ള ബിരുദമാണ്. 33 വയസ്സിലുള്ളവർക്ക് ഇതിനും അപേക്ഷിക്കാൻ കഴിയും. വേക്കൻസി ഡീറ്റെയിൽസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അൺറിസേർവ്ഡ് വേക്കൻസികൾ ആകെ ഓരോന്നിന്റെയും പ്രത്യേകം. സെക്ഷൻ ഓഫീസർ 37 വേക്കൻസികളാണ് അൺറിസേർവ്ഡ് ഉള്ള. ആകെയുള്ള 76 വേക്കൻസികളിൽ 37 വേക്കൻസികൾ അൺറിസേർവ്ഡ് ആണ്. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറുടെ 151 വേക്കൻസികൾ അൺറിസേർവ്ഡ്, 368 വേക്കൻസികളാണ് ആകെ ഉള്ളത്. അപേക്ഷാ ഫീസ് ഉണ്ട്. അൺറിസേർവ്ഡ് കാൻഡിഡേറ്റ്സും OBC കാൻഡിഡേറ്റ്സും എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ളവർക്ക് 500 രൂപയാണ്. എന്നാൽ വനിതാ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവരെ, എക്സ് സർവീസ്മെൻ, CSIR ജോലി വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് അപേക്ഷാ ഫീസില്ല. ബാക്കിയുള്ളവർക്കെല്ലാം 500 രൂപയാണ് അപേക്ഷാ ഫീസ് ആയിട്ടുള്ളത്. അതുപോലെ പ്രായപരിധിയിലെ SC/ST കാരുള്ളവർക്ക് 5 വർഷവും, OBC നോൺ ക്രീമിനുള്ളവർക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. CSIR ഇപ്പം നിലവിലുള്ള ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സ് ആണ് 5 വർഷം, അവർക്കും ഉയർന്ന പ്രായപരിധിയിലുള്ള ഇളവ് ബാധകമായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് കൊടുത്തിട്ടുണ്ട്. 2 ടയർ എക്സാമിനേഷൻ വഴിയാണ് സെലക്ഷൻ. അതിൽ ഓരോന്നിനും ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് കഴിയും. സെക്ഷൻ ഓഫീസറുടെയും അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറുടെയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. സിലബസും അതിന്റെ ബ്രേക്ക് ഓഫ് മാർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി എക്സാമിനേഷൻ സെന്ററുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ ഒന്നാമത്തെ ലെവൽ എക്സാമിനേഷൻ തിരുവനന്തപുരം എക്സാമിനേഷൻ സെന്ററാണ്. അതുപോലെ സ്റ്റേജ് 2 എക്സാമിനേഷന് കേരളത്തിൽ സെന്ററുകൾ ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്തുള്ള സെന്ററുകൾ ചെന്നൈ ഉണ്ട്, ബംഗളൂരു ഉണ്ട്. ഈ 2 സെന്ററുകളാണ് നമ്മൾ കേരളത്തിന് അടുത്തുള്ള സെന്ററുകൾ എന്ന കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. അതിൽ ഏതെങ്കിലും സെന്റർ ചൂസ് ചെയ്യേണ്ടി വരും. പ്രിലിമിനറി ആദ്യത്തെ സ്റ്റേജ് 1 എക്സാമിനേഷൻ തിരുവനന്തപുരം എക്സാമിനേഷൻ സെന്ററാണ്. നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? CSIR വെബ്സൈറ്റ് ആയ https://www.csir.res.in എന്ന സൈറ്റ് വഴി നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. അപേക്ഷാ ഫീസും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാൻ കഴിയും. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. നെറ്റ് ബാങ്കിങ് വഴിയോ, ഡെബിറ്റ് കാർഡ് വഴിയോ, ക്രെഡിറ്റ് കാർഡ് വഴിയോ, UPI ട്രാൻസാക്ഷൻ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആദ്യം ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഉണ്ട്, പിന്നെയാണ് ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അതുപോലെ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ഇതൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റു ഡോക്യുമെന്റ്സും PDF ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡീറ്റെയിൽസ് വിശദമായിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കുവാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്ര നേരം വീഡിയോ പൂർണ്ണമായും കണ്ട് നിന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ്. ഈ കേരളത്തിലും വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇത്രയും എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.